ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. ഞാൻ നാടൻ ഉണ്ണിയപ്പം അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഭാഷയിലുള്ള കാരോലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നാടൻ ഉണ്ണിയപ്പം സ്പെഷ്യൽ ടിപ്സ് ഒക്കെ ആയിട്ടാണ് ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരി എടുത്തിരിക്കുന്നത് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരി അത് നിങ്ങൾക്ക് പിന്നെ പച്ചരി എടുക്കാം, അതായത് സോണ മസൂരി പച്ചരി എടുക്കാം, അല്ലെങ്കിൽ ഇഡ്ലി റൈസ് എടുക്കാം. ഇതേത് അരിയാണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. അരി എന്നിട്ട് വളരെ ലൂക്ക് വാം വാട്ടറിൽ, അതായത് ഇളം വളരെ ചൂട് കുറവുള്ള, നമ്മൾ കൈകൊണ്ട് തൊടാൻ പറ്റണം ഇളം ചൂടുള്ള വെള്ളത്തിൽ നമ്മളിത് കുതിർത്താൻ വെക്കണം. അപ്പോൾ ഒരു മയം വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അപ്പത്തിന് നല്ലൊരു മയം കിട്ടും. അങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 മണിക്കൂർ 4-5 മണിക്കൂർ കുതിർത്താൻ വെക്കണം. ഒരു 4 മണിക്കൂർ മതി, 3-4 മണിക്കൂർ ധാരാളമാവും. അപ്പോൾ ഒരു ഇളം വളരെ ലൈറ്റ് ചൂട് കേട്ടോ. ഇത് അരിന് വേവൊന്നും വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകം പറയുന്നത്. ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഒരു ചൂട് വെള്ളത്തിൽ പിന്നെ ഇട്ട് വെച്ചാൽ മതി. അരി കഴുകിയതിൻ്റെ ശേഷം അരി ഇട്ടിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാം ശർക്കര. 200 ഗ്രാം ശർക്കര എടുത്തിട്ട് ഞാൻ അതിലൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ കട്ടിയായിട്ടുള്ള പാവാക്കി. അതാണ്, കണ്ടില്ലേ? അപ്പം ഞാൻ ആ കറക്റ്റ് അളവ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. 200 ഗ്രാം ശർക്കര, അതൊന്ന് കുത്തിപ്പൊടിക്കുക. അപ്പോൾ നമ്മൾ ഏതാണ്ട് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് തന്നെ ഉണ്ടാവുക പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ആ കപ്പിൻ്റെ അളവ് മനസ്സിലായല്ലോ, ഏതാണ്ട് 1 കപ്പിൻ്റെ അടുത്തുണ്ടത്. അത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് തിളപ്പിച്ചിട്ട് കല്ലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും, നല്ല കട്ടിയായിട്ടുള്ള ഇതാവണം. കാരണം ഇതിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അരച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അതാണ് ഞാൻ ആ കറക്റ്റ് ആയതായിട്ട് തന്നെ പറയണം, കട്ടിയിലുള്ള ശർക്കരപ്പാനി തന്നെ ആവണം എന്ന് പറയുന്നത്. പിന്നെ ഈ അരി കുതിർത്തതിൻ്റെ ശേഷം ഞാനിതിങ്ങനെ ഊറ്റി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അരിയിൽ വെള്ളം നമ്മൾ അരയ്ക്കുമ്പോൾ വെള്ളം കൂടി പോവും. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഊറ്റിയെടുത്താൽ കുറച്ചും കൂടി നല്ലതാണത്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മൈസൂരിപ്പഴമാണ്, ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. അതായത് പാളയംകോടൻ പഴം, ഞങ്ങളൊക്കെ മൈസൂരിപ്പഴം എന്നാണ് പറയുക. ചെറുപഴം ആണ് എടുത്തിരിക്കുന്നത്. ഇതൊരു വളരെ വലുതുമല്ല, എന്നാൽ വളരെ ചെറുതുമല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു സൈസിലുള്ളതാണ് ഈ ഒരു വലുപ്പത്തിലുള്ളത്. പഴം കൂടി പോയി കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. അതിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ശർക്കര പാനി ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പം ഞാൻ 200 ഗ്രാം പറഞ്ഞത്, നിങ്ങൾക്ക് 150 ഗ്രാം എടുക്കാം കേട്ടോ. 150 ഗ്രാം മുതൽ 200 ഗ്രാം വരെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എത്ര നിങ്ങൾക്ക് മധുരം വേണ്ട വെച്ചാൽ, എനിക്ക് സാമാന്യം നല്ല മധുരം വേണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു 150 ഗ്രാം എടുത്ത് നോക്കുക. ആ ഒരു മധുരം മതിച്ചാൽ അത് മതിയാവും. അപ്പോൾ ഈ 1/4 കപ്പ് കുറച്ച് വെള്ളം കുറയ്ക്കുക. 1 ടേബിൾ സ്പൂൺ വെള്ളം കുറച്ചിട്ട് ആക്കിയാൽ മതി. പിന്നെ പാവ് കാച്ചിയാൽ മതി. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഇത് അരച്ചെടുക്കാം. ഒരു ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് അരയ്ക്കണം, വല്ലാതെ മിനുസാവരുത്. മാവ് ഒരുവിധം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി അരയാണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ഒരു പഴം ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നാൽ അത് ശരിക്കും അരഞ്ഞ് കിട്ടുള്ളൂ. മാവിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അരിയുടെ കൂടെ ഈ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഒരു ടേസ്റ്റ് കിട്ടും. പക്ഷേ ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷനിലാണ്, ഒരു നിർബന്ധമില്ല. പക്ഷേ 1/2 കപ്പ് തേങ്ങ ഒന്ന് ചേർത്തിട്ട് നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഈ അരിയുടെ കൂടെ ഈ തേങ്ങയും കൂടിയും ചേർത്തിട്ട് അരയ്ക്കണം. പാവ് കാച്ച ഈ പാത്രത്തിലേക്കാണ് ഞാൻ മാവ് ഒഴിച്ച് വെക്കണം. കാരണം ഇത് 1 കപ്പല്ലേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണത്. മാവ് ഒരു ചെറിയൊരു തരിതരിപ്പ് വേണം കേട്ടോ, അത് കൂടാനും പാടില്ല. അപ്പോൾ ആ രീതിയിൽ ഞാൻ അതിലേക്ക് തേങ്ങ വറുത്തതാണ്, ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ വറുത്തത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യിൽ നന്നായിട്ട് വറുക്കുക. പിന്നെ നെയ്യ് ഇതിൽ ആ നെയ്യും ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. ആ തേങ്ങ വറുത്തത് നെയ്യ് കൂടാൻ പാടില്ല. അപ്പോൾ ചിലപ്പോൾ എണ്ണ വല്ലാതെ അതിലേക്ക് വലിക്കാൻ ചാൻസ് ഉണ്ട്. മിക്സ് ആയിട്ട് പറയാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ ഇതുവരെ ഏലക്കായ ഒന്നും ചേർത്തിട്ടില്ല. ഞാനിതിൽ ഏലക്കായ ചേർക്കുന്നില്ല. അപ്പോൾ എൻ്റെ അമ്മയൊന്നും ഉണ്ടാക്കുമ്പോൾ ഏലക്കായ ചേർക്കില്ല. കാരണം ഏലക്കായ ചേർത്ത് കഴിഞ്ഞാൽ ഒരു മടുപ്പിക്കുന്ന ഒരു ടേസ്റ്റ് വരും. ഞാൻ മുന്നേക്ക് അങ്ങനെയാണ് ഏലക്കായ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഞാൻ ഏലക്കായക്ക് പകരം
ഞാനിവിടെ 2 സ്പൈസസ് ആണ് ചേർക്കുന്നത്. അതാണ് കുറച്ച് ചുക്കുപൊടി, നമ്മൾ പായസത്തിലൊക്കെ ചേർക്കില്ലേ ആ ചുക്കുപൊടി, ഇഞ്ചി ഉണക്കി ഇത് കുറച്ച് അത് ചേർക്കുന്നത്, കുറച്ച് ജീരകപ്പൊടിയാണ്. ജീരകപ്പൊടി എങ്ങനെയാ വെച്ചാൽ ഒന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ട് ജീരകം ഒന്ന് ചൂടാക്കുക, വല്ലാതെ ചൂടാക്കരുത്, വളരെ ലൈറ്റായിട്ട്, എന്നിട്ട് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് രണ്ടെന്ന് പറഞ്ഞാൽ വയറിനൊക്കെയും വളരെ നല്ലതാണല്ലോ. ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമാണ്. ഇനി നിങ്ങൾക്ക് ഏലക്കായ ചേർത്ത് തീരും അത്രയും നിർബന്ധം ഉണ്ടെങ്കിൽ ഒരു 2-3 ഏലക്കായുടെ തരി എടുത്തിട്ട് പൊടിച്ചിട്ട് ഇതിൽ ചേർത്തോളൂ കേട്ടോ. പക്ഷേ ഇത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒരു പ്രത്യേകതയാണ്. അപ്പം ഞാൻ മുന്നേയൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പവും അമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പവും ഒരുപാട് വ്യത്യാസം തോന്നിയായിരുന്നു എനിക്ക്. കാരണം പിന്നെയാണ് മനസ്സിലായി അമ്മ പറഞ്ഞത്, അല്ല അമ്മ ഏലക്കായ ചേർക്കില്ല, അമ്മ ഈ ചുക്കുപൊടിയും ജീരകപ്പൊടിയും മാത്രമേ ചേർക്കുള്ളൂ, ഏലക്കായപ്പൊടി ചേർക്കില്ല. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവറിന് തന്നെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അത് ചേർക്കണേക്കാൾ ടേസ്റ്റ്, ഏലക്കായപ്പൊടി ചേർക്കണേക്കാൾ ടേസ്റ്റ് ഇങ്ങനെയാണ്. ചില ആൾക്കാർ ഇത് 3ഉം ചേർക്കുന്നവരുണ്ട്. കൈ കൊണ്ടൊന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കുമ്പോഴേ എല്ലാം മിക്സ് ചെയ്തിട്ടേ വെക്കാവൂ. കാരണം നാളികേരമൊക്കെ അതിൽ വറുത്തതും ആ പൊടികളുടെയൊക്കെ ഫ്ലേവർ മാവിലേക്ക് നന്നായിട്ട് ഇറങ്ങണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒരു 8 മണിക്കൂറെങ്കിലും ഇത് വെക്കണം. ഇനിയിപ്പോൾ ഒന്നുമില്ല, നിങ്ങൾക്ക് വേഗം ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും, നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണം. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം തന്നെ വെക്കണം, എന്നാലാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവുള്ളൂ. അവൊക്കെ റെഡിയായി. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കുക വെച്ചാൽ വൈകിട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ മാവ് ഉണ്ടാക്കി വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കുക, അങ്ങനെ ചെയ്താലും മതി. രാത്രി കുറച്ച് വൈകിട്ട് അരച്ചാൽ മതി. ഇനി ഇത് അടച്ചിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിനൊരു ഫെർമെൻറ്റ് ചെയ്യാൻ നമുക്കിത് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. വല്ലാതെ കട്ടി കൂടുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കരപ്പാനി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ല വെച്ച് കഴിഞ്ഞാൽ കുറച്ച്. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു മിനിമം ഒരു 3-4 മണിക്കൂർ വയ്ക്കുക, 4-5 മണിക്കൂർ, അല്ലെങ്കിൽ മാക്സിമം ഒരു 8 മണിക്കൂർ, അത്രയും വെച്ചാൽ മതി. ഇതിൽ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതായത് ഞാൻ ചേർത്തിരിക്കുന്നത് ഇതിൽ മറയൂർ ശർക്കരയാണ്. അപ്പോൾ അതിനൊരു കോഫി ബ്രൗൺ ലൈറ്റ് അങ്ങനെ ഒരു കളറാണത്. അപ്പോൾ അതിൻ്റെ ആ കളറിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഉണ്ണിയപ്പത്തിന് ഒരു നല്ല കളറ് കിട്ടാൻ നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1-2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിലുള്ള ചെറിയ ഉണ്ണിയപ്പത്തിൻ്റെ ഇതാണത്, ഇത് ഇരുമ്പിൻ്റെ ആണത്. അപ്പോൾ 3 കുഴിയുള്ളതാണ്. അപ്പോൾ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിലേക്ക് ശരിക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കിയ ടേസ്റ്റ് ബെസ്റ്റ് വെളിച്ചെണ്ണയാണ്. പിന്നെ ചില ആൾക്കാരൊക്കെ നല്ല നാടൻ നെയ്യിലൊക്കെ ഉണ്ടാക്കും. പക്ഷെ നെയ്യിൽ പൊതുവെ അധികം ആൾക്കാർ ഉണ്ടാക്കില്ല. അപ്പോൾ പകുതി നെയ്യ് പകുതി വെളിച്ചെണ്ണ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സാധാരണ നോർമൽ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലത്. ടേസ്റ്റിൽ ചേർത്ത ജീരകപ്പൊടിയുടെ അളവ് പറഞ്ഞാൽ 1/2 മുതൽ 1/4 ടീസ്പൂണ് വരെ ജീരകപ്പൊടി ചേർക്കാം. അതേപോലെ തന്നെ 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ നമുക്ക് ചുക്ക് പൊടിച്ചതും ചേർക്കാം കേട്ടോ. അപ്പോൾ ചുക്കുപൊടിയൊക്കെ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും, നല്ലൊരു ഫ്ലേവറാണ് അത്. അപ്പോൾ ആദ്യം 1/2 സ്പൂണ്, രണ്ടും 1/2 ടീസ്പൂണ് വീതം, രണ്ടും 1/2 വേണം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ വീണ്ടും 1/4 ടീസ്പൂണ് വീതം വീണ്ടും ചേർത്ത് ഓരോ സ്പൂണ് ഒഴിച്ചു കൊടുത്താൽ മതി ഓരോ കുഴിയിലേക്ക്, അത് കറക്റ്റ് ആയിരിക്കും. ഭാഗത്തോളാണ് ഒഴിച്ചു കൊടുക്കാവൂ. അതുപോലെ തന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ചൂടായതിൻ്റെ ശേഷം ഫ്ലെയിം കുറയ്ക്കണം, എന്നിട്ടാണ് ഉണ്ടാക്കിയെടുക്കാവൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കാവൂ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എന്നാൽ കരിഞ്ഞു പോവും. ഉണ്ണിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അത്. ഞാൻ പറഞ്ഞ